ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് പേഴ്സണൽ സ്റ്റാഫുകളെ അനുവദിച്ച് സർക്കാർ ഉത്തരവ് ഇറങ്ങി. 17 പേഴ്സണൽ സ്റ്റാഫുകളെയാണ് അനുവദിച്ചത്. നേരത്തെ 2 പേരെ നിയമിച്ചിരുന്നു. ഇതോടെ ആകെ പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം 19ആയി. പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുമെന്നായിരുന്നു നേരത്തെ മന്ത്രി അറിയിച്ചിരുന്നത്. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സലിം മാലിക്, എന്താണ് വിശദാംശങ്ങൾ? വേണു, മന്ത്രിയാകുന്നതിന് മുൻപ് ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചിരുന്നത് താൻ മന്ത്രിയായാൽ പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുമെന്നായിരുന്നു. പക്ഷേ ഈ പ്രഖ്യാപനം വെറും വാക്കായി മാറുകയാണ് എന്നാണ് ഇപ്പോൾ ഈ പൊതുഭരണ വകുപ്പിൽ നിന്നും ഈ സ്റ്റാഫുകളെ നിയമിച്ചുള്ള ഉത്തരവ് പ്രകാരം നമുക്ക് മനസ്സിലാക്കുന്നത്. 17 പേഴ്സണൽ സ്റ്റാഫുകളെയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ 2 പേരെ ഇതിനോടകം തന്നെ അനുവദിച്ചിരുന്നു. അപ്പോൾ തന്നെ നിലവിൽ 19 പേഴ്സണൽ സ്റ്റാഫുകളായി ഉയർന്നിട്ടുണ്ട് ഗണേഷ് കുമാറിന്റെ ഈ സ്റ്റാഫുകളുടെ എണ്ണം. മാത്രമല്ല 3 പേരെ കൂടി നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് പൊതുഭരണ വകുപ്പിന്റെ പരിഗണനയിൽ ഇരിക്കുകയുമാണ്. അതും അധികം വൈകാതെ തന്നെ, അതായത് ഈ മാസത്തോടു കൂടി തന്നെ അതിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ 22 പേർ അപ്പോൾ തന്നെയാകും. മാത്രമല്ല പിന്നെയും ഏകദേശം 24 പേരെ നിയമിക്കാനുള്ള ഒരു ലിസ്റ്റാണ് ഗണേഷ് കുമാർ നൽകിയിരിക്കുന്നത് എന്നും അറിയുന്നു. അങ്ങനെ മുൻപ് ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജുവിന്റെ പേഴ്സണൽ സ്റ്റാഫ് ആയിരുന്നത് 23 പേരായിരുന്നു. ഏറെക്കുറെ അതിനോടടുത്ത് തന്നെ ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും എത്തുന്നു എന്നുള്ളതാണ് ഈ കണക്ക് പ്രകാരം നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു വെറും വാക്കായി മാറുന്നു. ഗണേഷ് കുമാർ പറഞ്ഞത് സ്റ്റാഫുകളുടെ എണ്ണവും ചിലവും ചുരുക്കും എന്നാണ് തന്റെ നിലപാട് എന്നുള്ള പ്രഖ്യാപനം ഒരു വെറും വാക്കായി മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നിലവിൽ ആണ് പ്രധാനമായും നിയമിച്ചിരിക്കുന്നത്. അതിൽ ശ്യാം കുമാർ ഒപ്പം തന്നെ രഞ്ജിത്ത് ആർ എന്നിങ്ങനെ 17 പേരെയാണ് നിയമിച്ചിരിക്കുന്നത്. അതിൽ കൊല്ലം, കൊട്ടാരക്കര സ്വദേശികൾ, ഒപ്പം തിരുവനന്തപുരം സ്വദേശികൾ അങ്ങനെ ഉൾപ്പെടെയാണ് ഈ 17 പേരെ നിയമിച്ചിരിക്കുന്നത്. വേണു, സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.